ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത്തി മുളകിട്ടതാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് ഒരു പ്രത്യേക സ്റ്റൈലിൽ തയ്യാറാക്കുന്ന ഈ ഒരു മത്തി മുളകിട്ടത് നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോളം മത്തി എടുത്തിട്ടുണ്ട്. നല്ല വലിയ മത്തിയാണ് കേട്ടോ. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ മുളകിട്ട കറിയൊക്കെ വെക്കുമ്പോൾ നല്ല നെയ്യൊക്കെ ഉള്ള നല്ല തടിയുള്ള മത്തി എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പം ഞാൻ മീൻ വൃത്തിയാക്കുന്നത് ഇവിടെ കത്രിക കൊണ്ടാണ് കേട്ടോ. കാരണം എനിക്ക് കത്രിക കൊണ്ട് മാത്രമേ വൃത്തിയാക്കാൻ അറിയുള്ളൂ. അപ്പോൾ ചെതമ്പൽ കളയണതായാലും കട്ട് ചെയ്യണതായാലും എല്ലാം സിസേഴ്സ് ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അല്ലാതെ എനിക്ക് ഈ കത്തി വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ ഉടയണ പോലെ തോന്നാറുണ്ട്. ഇതാകുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യണമെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ മീനൊക്കെ ഇവിടെ വൃത്തിയാക്കി നല്ലതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പം ഞാനിവിടെ മൺചട്ടിയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പം മീൻ കറിയൊക്കെ മൺചട്ടിയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു മൺചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു പിടി ഉള്ളി ചെറുതായി അരിഞ്ഞത്, കുഞ്ഞുള്ളി വേണം കേട്ടോ, ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ സവാള ആയാലും ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ നല്ലൊരു മണം കിട്ടണമെങ്കിൽ കുഞ്ഞുള്ളി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് ചട്ടിയിലിട്ട് തന്നെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ലൊരു ഇളം ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് ബ്രൗൺ ആവണേൽ മുന്നേ തന്നെ നമുക്കൊരു 1/4 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ അധികം ആവണ്ട, ഒരു പ്രത്യേക മണത്തിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരല്പം ഉലുവ കൂടി ഇതിൻ്റെ ഇടയിൽ ചേർത്ത് കൊടുത്താൽ ഉള്ളി മൂക്കണേനൊപ്പം ഉലുവയും കൂടി ഒന്ന് മൂത്ത് കെട്ടിക്കോളും. ഇതൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അത് എല്ലാവരും മുളകിട്ട കറി വയ്ക്കുമ്പോൾ ചെയ്യാറില്ല. അതായത് ഒരു 2 തക്കാളിയും അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളകും കൂടി നല്ലപോലെ മിക്സിയിൽ അടിച്ചൊന്ന് പ്യൂരിയാക്കി എടുക്കാം. ഇത് നമ്മുടെ കറിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കറിക്ക് നല്ലൊരു കട്ടിയും അതുപോലെ തന്നെ നല്ലൊരു പ്രത്യേക ടേസ്റ്റും പുളിയൊക്കെ എക്സ്ട്രാ കിട്ടാൻ വേണ്ടി ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതങ്ങനെ ആരും അധികം ചെയ്യണത് കണ്ടിട്ടില്ല. പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ മിക്സിയിൽ അടിച്ചതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് ഉള്ളി മൂത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നല്ല ചെറുതാക്കി പൊടിയായി അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും ഉള്ളിയും ചേർത്ത് കൊടുത്തത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ആ ഉള്ളിയൊക്കെ ഇവിടെ ഇപ്പോൾ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 വലിയ സ്പൂൺ മുളക് പൊടിയും ഇങ്ങനെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുളക് പൊടി കുറച്ചധികം നിൽക്കണം, എന്നാലായിരിക്കും നല്ലൊരു കളറ് കിട്ടുക കറിക്ക്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കുറവേ പാടുള്ളൂ. മഞ്ഞൾപ്പൊടി കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുളക് പൊടിയുടേതായ ഒരു നല്ല റെഡ് കളറ് നമുക്ക് കറിക്ക് വരില്ല. അപ്പോൾ ഇത് എല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ ആ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോൾ മുളക് പൊടിയിൽ നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെ ആ പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ, അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഇനി വേറെ ഒന്നും ചെയ്യേണ്ട, ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ തിളയ്ക്കുമ്പോൾ ആ തക്കാളിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കോളും. അപ്പോൾ നമ്മുടെ ഗ്രേവി ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകുമ്പോൾ നമുക്കതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ലാസ്റ്റ് ഒന്നും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറച്ചും കൂടി ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ആദ്യം തന്നെ 1 സ്പൂൺ ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു
1 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എന്തോരം ഗ്രേവി വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നാൽ ഒരുപാടാവാനും പാടില്ല. അപ്പം ഞാനിവിടെ 1 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള പുളി ഒന്ന് വെള്ളത്തിലിടാം. അപ്പോൾ 2 പീസ് പുളി ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് നേരം വെക്കുക. അപ്പോൾ ആ പുളിയുടെ ആ ഒരു സത്തൊക്കെ അതിലേക്ക് ഇറങ്ങും. ഇനി നമുക്ക് അതുകൂടി ഈ ഒരു ഗ്രേവിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചാറ് ഇവിടെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് അടുക്കി നമുക്ക് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി വേറെ പരിപാടികളൊന്നുമില്ല. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സിമ്പിളായിട്ടുള്ള മത്തി മുളകിട്ടത് തയ്യാറാവും കേട്ടോ. അപ്പോൾ ഇതേ മീൻ കഷ്ണങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 7 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെയൊക്കെയാണ് കേട്ടോ ഈ ഒരു മത്തിയുടെ വേവണ ടൈം എന്ന് പറയുന്നത്. മത്തി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാ ഒരു 7 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നല്ലതുപോലെ ചാറൊക്കെ തിളച്ച് മത്തിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇപ്പം തന്നെ കറി ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മത്തി പെട്ടെന്ന് ഉടയണത് കൊണ്ട് പിന്നെ നമുക്ക് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് അങ്ങോട്ട് ഇളക്കി ഉടക്കരുത്. ചട്ടി വെച്ച് തന്നെ ഇളക്കിയാണ് കേട്ടോ പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഇളക്കിയെടുക്കേണ്ടത്, യോജിപ്പിച്ചെടുക്കേണ്ടത്. നമുക്ക് ഇതിലേക്ക് ഇനി ഒരു കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് ഇങ്ങനെ ചെയ്തിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലതുപോലെ നെയ്യ് തെളിഞ്ഞ് വരും. അപ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കൊള്ളി കൂട്ടി തിന്നാനൊക്കെ നല്ലൊരു പ്രത്യേക ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടത്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു മത്തി മുളകിട്ടത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ കൊള്ളി പുഴുങ്ങുമ്പോഴൊക്കെ അതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഈ മത്തി മുളകിട്ടത്. അതുപോലെ തന്നെ നമുക്ക് നല്ല വൈറ്റ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ല, അതേപോലെ പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല ഈസി ആയിട്ട് കോമ്പിനേഷൻ ചെയ്യാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി ഡിഷസ് എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പോയി കാണാം.